നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സർ, അമൃതയെടുത്ത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ കല്യാണ ചടങ്ങോ മറ്റോ നടക്കുകയായിരുന്നു. അഖിലിന്റെയും ഈ മോളുടെയും താലികെട്ട് ചടങ്ങ് നടക്കാനിരുന്നതാ മോനെ. ആനന്ദേട്ടനും അഖിലും ഒക്കെ അന്വേഷിച്ചു പോയിരിക്കുക. ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. മോൻ കാര്യമായിട്ടൊന്ന് അന്വേഷിക്കണം. അതിരിക്കട്ടെ, ഇതിന്റെ പുറകിൽ ആരെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും സൂചനകളോ മറ്റോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. പ്രധാനമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. പിന്നൊരു കത്ത് കിട്ടിയിട്ടുണ്ട്. കത്തോ? എവിടെ കാണട്ടെ? അല്ല ജയേഷേ, ഈ കത്തത്ര കാര്യമായിട്ട് എടുക്കണ്ട. അമൃത എന്തോ ഒന്ന് എഴുതി വെച്ചേ ഉള്ളൂ. വെറുതെ ഉള്ളതാണോ കാര്യമായിട്ടുള്ളതാണോ എന്ന് പോലീസ് നോക്കിക്കോളൂ. ആ കത്തിങ് തരണം. അല്ലമ്മേ, തെളിവൊക്കെ ഏൽപ്പിച്ചാലല്ലേ പോലീസിന് അങ്ങോട്ട് അന്വേഷിക്കാൻ പറ്റൂ. എന്തിനാ വെറുതെ? അത് ശരി, ഇത്രയും വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടാണോ കാര്യമായിട്ടൊന്നും ഇല്ലെന്ന് പറഞ്ഞ? അല്ല, ആരാ ശ്യാമ? സർ, ഞാനാ. അമൃതയെ കൊന്നോ അതോ അപകടപ്പെടുത്തി എവിടെയെങ്കിലും അടച്ചിട്ടോ? അയ്യോ മോനെ, അങ്ങനെയൊന്നും പറയല്ലേ. മിണ്ടാ നിന്നോണം അവിടെ. പ്രതിയെ രക്ഷപ്പെടുത്താൻ നോക്കിയാലേ നിങ്ങളും അകത്താ. സർ, അമ്മ പാവാ സർ. ഇവിടെ ആരും സംസാരിക്കണ്ട. പറയ്, അമൃതയെ നീ എന്ത് ചെയ്തു? മര്യാദയ്ക്ക് എല്ലാം തുറന്നു പറഞ്ഞു. ഇല്ലെങ്കിൽ ചവിട്ടി നിന്റെ എല്ലാം നന്നായി ഞാൻ ഊരിയെടുക്കും. ജയേഷേ, മോളെ ആവശ്യമില്ലാതെ ഭീഷണിപ്പെടുത്താൻ നിൽക്കരുത്. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. അമൃതയെടുത്ത് കാണാത്തതിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ആള് ഞാനാ. അമൃതയെടുത്ത് ഇങ്ങനെ ഒരു കത്ത് എന്തിനാ എഴുതിയെന്ന് പോലും എനിക്കറിയില്ല. സാർ, എനിക്കൊന്നും അറിയില്ല. അമൃതയെടുത്ത് രാവിലെ അമ്പലത്തിൽ പോയി. അവിടുന്ന് ഏതോ 2 ആൾക്കാരോടൊത്ത് എവിടേക്ക് പോയിട്ടുണ്ട്. ഓഹോ, അപ്പൊ നീ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിരുന്നു അല്ലേ? 2 ഗുണ്ടകളെ ഏർപ്പാടാക്കിയിരുന്നു അമൃതയെ തട്ടിക്കൊണ്ടുപോവാൻ. അയ്യോ അമ്മ, സാർ അങ്ങനെയൊന്നും പറയല്ലേ. അയ്യോ, അത് കറക്റ്റാ. ഇങ്ങനെയൊന്നും അല്ല ഞാൻ നിന്നോട് പറയേണ്ടത്. നിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടേ കാര്യമായിട്ടൊന്ന് കൈകാര്യം ചെയ്യാൻ പോവാ ഞാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.